എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ഞാനൊരു മൊബൈൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൊബൈലിൽ നിന്ന് വന്നായിരുന്നു. ഇപ്പോൾ കൊറിയർ ബോയ് ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വാങ്ങിക്കാനായിട്ട് ചിതറ വരെ പോവുകയാണ്. ചിതറ അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഡെലിവറി പോയി ഇവിടെ കാത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കണ്ടില്ല, എന്തായാലും വിളിച്ചില്ല. അപ്പം ഇവിടെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫൈനലി ആ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കൈ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ അൺബോക്സിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് റെഡ്മി 9i ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോഡക്റ്റ് റെഡ്മി 9i. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 4GB റാം, 5000 mAh ലോങ് ലൈഫ് ബാറ്ററി ആൻഡ് ഒക്ടകോറിൻ്റെ ഹീലിയോ G25 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. അപ്പം ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത് 4GB 128GB ആണ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നേച്ചർ ഗ്രീൻ ആണ്. ഇവിടെ തന്നെ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സെറ്റ്, അതായത് റെഡ്മി സെറ്റ് ആദ്യമേ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. കൊള്ളാം, നല്ല ബാക്ക് ബോഡിയൊക്കെ നല്ല കാണാൻ നല്ല ഇതുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് സിം ഇജക്ട് ടൂളും പിന്നെ വാറൻറ്റി കാർഡും ഒക്കെയാണ്. പിന്നെ ചാർജർ, അതായത് അഡാപ്റ്റർ എന്ന് പറയുന്നത് 10 വാട്ടിൻ്റെ ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB കേബിളും. അപ്പോൾ നമുക്കിതൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് ബൂട്ട് ചെയ്തിട്ട് ഓൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചാർജ് ഒട്ടും ഇല്ലെന്നാണ് തോന്നുന്നത്. അല്ല ഓണായിട്ടുണ്ട്. ഓണാകുമ്പോൾ തന്നെ റെഡ്മി പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് തന്നെയാണെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് തന്നെ. നമുക്കിതിൻ്റെ ബാക്കിൽ കാണാം 13 MB ക്യാമറ. അപ്പോൾ 13 MB റിയർ ക്യാമറ, അതായത് സിംഗിൾ ക്യാമറയാണ്. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 5 MBയുടെ ഒരു സിംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഇത് ഓണായിരുന്നു കാണാം. വാ, കൊള്ളാം, സൂപ്പർ. ഓണായി വരുമ്പോഴേ MIUI 12 എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യം തന്നെ നമുക്കിതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഓരോന്നും ടിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചങ്ങ് പോയാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓണാക്കിയപ്പോൾ 53-54% ചാർജിനകത്തുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ചാർജ് ചെയ്യണം. കാണാൻ നല്ല ലുക്കുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD അല്ല, HD+ ഡിസ്പ്ലേ ആണ്. സെറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാം. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ കാണാം. പിന്നെ ബാക്കിലായിട്ട് ചാർജ് ചെയ്യുന്ന പോർട്ട്, പിന്നെ വോളിയം സ്പീക്കേഴ്സ് കാണാം. സിം ഡ്രൈവ് എന്ന് പറയുന്ന സൈഡിലായിട്ട് നമുക്ക് കാണാം. സൈഡിലായിട്ട് ഇതിൻ്റെ സിം ഡ്രൈവും കാണാം. അപ്പോൾ ഈ ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ മൊബൈലിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ബാക്കിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടില്ല.
അതായത് ഞാൻ ഈ മൊബൈൽ വാങ്ങിച്ചത് 8,000 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വില 9,000 ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്രയും ഒരു 4GB 128GB ആയ ഇത്രയും നല്ലൊരു സെറ്റിന് അവർ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തില്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കാത്ത ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിൽ ഫേസ് അൺലോക്ക് ഉണ്ട്. അതുകൊണ്ട് പിന്നെ വിഷയം കുഴപ്പമില്ല. ഫേസ് അൺലോക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഫേസ് അൺലോക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ സിം ട്രേ ഒന്ന് തുറന്നു നോക്കാം. യെസ്, അങ്ങനെ നമ്മൾ സിം ട്രേ തുറന്നു നോക്കുകയാണ്. യെസ്, ഇത് ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് കേട്ടോ. ഡെഡിക്കേറ്റഡ് ആണ്. ഒരേ സമയം തന്നെ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാവുന്നതാണ്. അത് ലുക്ക് വൈസ് ഇത് കാണാൻ ഒരു ഡീസൻറ്റ് ലുക്ക് തന്നെയാണ്. ഒരു നല്ല ഡീസൻറ്റ് ലുക്ക് തന്നെയാണ്. വെയിറ്റ് എന്ന് പറയുന്നത് 194 ഗ്രാമാണ്. അത്ര വലിയ വെയിറ്റ് നമുക്ക് തോന്നിപ്പിക്കുന്നില്ല. കയ്യിൽ ഒതുങ്ങുന്നൊരു സെറ്റ് തന്നെയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് നോക്കാം. കൊള്ളാം. അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് നോക്കാം. യെസ്, അതും അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. യെസ്, വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ക്ലാരിറ്റി ഉണ്ട്. ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് 720p 30 fpയും 1080p 30 fpയിലുള്ള വീഡിയോ നമുക്ക് ഇതുവഴി ഈ മൊബൈൽ വഴി നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ 4K വഴി നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറ തന്നെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ Redmi 9A അൺബോക്സിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.